കുബേരൻ സിനിമയിലെ മറ്റേ ഡയലോഗില്ലേ, രാവിലെ തന്നെ നേരം വിളിക്കുകയാണല്ലോ ഈശ്വര എന്ന്. ദതുക്കൂട്ടാണ് ഞാൻ എണീറ്റ് വന്നത്. നല്ല അടിപൊളി തണുപ്പ് കേട്ടോ. അമ്മ റെഡി ആയി നിൽക്കണേ എങ്ങോട്ടാന്നല്ലേ, എൻ്റെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മളെ വീട്ടിൽ നിന്ന് ചെറുപ്പയിൽ പോയിട്ട് വേണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രാവിലെ നമ്മൾ ഓട്ടോയൊക്കെ വിളിച്ചിട്ടാണ് പോണത്. പക്ഷേ ഈ റോഡ് ഉണ്ടല്ലോ മക്കളെ, നല്ല സീനാണ്. നല്ല റോഡിലെത്തിയാൽ പിന്നെ വലിയ കുഴപ്പമില്ല. എൻ്റെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് എന്താ അമ്മ ഇരിക്കണമെന്നല്ലേ, ഞാൻ എൻ്റെ നിർബന്ധത്തിന് പിടിച്ചിരുത്തിയതാണ്. ഷുഗർ ഉണ്ടോയെന്നൊന്നും അറിയണമല്ലോ. എൻ്റെ ഷുഗറും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിസൾട്ട് വന്നാൽ അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അങ്ങനെ എനിക്ക് ഏകദേശം ഉറപ്പാണ് അമ്മയ്ക്ക് ഷുഗർ ഉണ്ടാകും എന്നുള്ളത് കേട്ടോ. കാരണം അമ്മേൻ്റെ സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം ഇനി PPBS എടുക്കാൻ വരണമല്ലോ. ഫാസ്റ്റിംഗ് ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ തിരിച്ചു പോയി ഇതാ നമ്മൾ ഇൻസുലിൻ വെച്ചു. അമ്മ ഇതാ ഷടപടേന്ന് പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കാണ്. ഓൾറെഡി മാവൊക്കെ കുഴച്ച് വെച്ചിട്ടാണ് അമ്മ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മേൻ്റെ സ്പെഷ്യൽ പൂരി, ഓ മൈ ഗോഡ്, ഇതിൻ്റെ ഫേവറേറ്റ് ആണ്. വൈശാട്ടിനൊക്കെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇവിടെ വന്ന അമ്മേനോട് പൂരി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കാം കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും കൂടി ഇരുന്ന് മുട്ട റോസ്റ്റും പൂരിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ചെക്കൻ എണീറ്റ് വരുന്നത്. ഇവർ രണ്ടാളും നല്ല ഉറക്കായിരുന്നു. ഇപ്പം എനിക്ക് ഓർമ്മ വന്ന ഏത് സീനാണെന്നറിയോ, കല്യാണരാമനിൽ ദിലീപ് എണീറ്റരില്ല ഉറക്കത്തുനിന്ന്. അതുപോലെ തന്നെ അല്ലൂസ് നേരെ എണീറ്റ് അപ്പുറത്തെ മൂത്രമൊഴിച്ച് വന്നതിന് ശേഷമാണ് മൂപ്പർക്ക് ബോധം വന്നത് കേട്ടോ. അപ്പോൾ വാലു എണീറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും എണീറ്റ് വന്നു. ഇനിയിപ്പോൾ PPBS എടുക്കാൻ പോകുമ്പോൾ മിക്കവാറും ഇവരെയും കൂട്ടി തന്നെ പോകേണ്ടി വരും. അല്ലാതെ അവർ സമ്മതിക്കൂല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഗുളിക കുടിക്കാനുള്ള വെള്ളം കൊണ്ടാണ് കേട്ടോ അമ്മ വരുന്നത്. അങ്ങനെ മരുന്നൊക്കെ കുടിച്ച് അമ്മച്ചനോടൊരു വർത്താനൊക്കെ പറഞ്ഞ് തുമ്പമ്മയ്ക്കും അല്ലുട്ടനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് പിന്നെ അവരെ ഒരുക്കുന്ന പരിപാടി. ഇതാണ് എൻ്റെ മെയിൻ പരിപാടി. വേറെ എന്ത് കാര്യത്തിൽ സഹകരിച്ചിട്ടില്ലെങ്കിലും ഈ കാര്യത്തിൽ തുമ്പി ഭയങ്കര സഹകരണ മനോഭാവമാണ്. അതായത് ഒക്കെ ഒരുങ്ങുക, പിന്നെ കണ്ണെഴുതുന്ന ചെറിയൊരു ഇഷ്ടക്കേട് ഉണ്ടെങ്കിലും അങ്ങോട്ട് ഒപ്പിക്കുക. ഓക്കെ, ഈ മുടി കെട്ടി കൊടുക്കുന്ന കാര്യമൊക്കെ ഓക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഓക്ക് മുടി കെട്ടി കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. എൻ്റെ മുടി കെട്ടുന്ന കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് തലപ്രാന്ത് എടുക്കും കേട്ടോ. അങ്ങനെ തുമ്പമ്മയ്ക്കൊരു പൊട്ടൊക്കെ തൊട്ട് കൊടുത്തു. ഈ ഉടുപ്പ് കിട്ടിയതിന് ശേഷം എവിടെ പോകുമ്പോൾ ഈ ഉടുപ്പ് ഇട്ട് വെച്ചെടുത്തില്ല എനിക്കൊരു സമാധാനം ഉണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു ഉടുപ്പാണ് കേട്ടോ തുമ്പീൻ്റേത്. എനിക്കിപ്പോൾ അത്യാവശ്യം കുറച്ച് കുമ്പയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ തുമ്പിക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്നിട്ട് രണ്ട് ഉമ്മ വെച്ചില്ല ഒരു സമാധാനം ഉണ്ടാവില്ല. ഒരു ദിവസം കുട്ടി ഒരു 100 ഉമ്മെങ്കിലും തന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നു, ഈ കെയറിങ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടും കാണണേ എന്നൊക്കെ പറയുകയാണേ. ഇവരെ കുളിപ്പിക്കുന്നതും തീറ്റിക്കുന്നതും തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ ടാസ്കുകളൊന്നുമില്ല. പിന്നെ അല്ലൂട്ടനത് അമ്മ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം എൻ്റെ മുടിയൊക്കെ ചീവി കൊടുക്കുകയാണ് കേട്ടോ. അല്ലൂൻ്റെ മുടി നന്നായി വളർന്നുണ്ട്. പക്ഷേ വെട്ടാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. വൈശാട്ടൻ പറഞ്ഞു കുറച്ച് നീണ്ടോട്ടടി, കുറച്ച് നീട്ടിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വെട്ടാതെ വെച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് വല്ലാത്തൊരു ടെൻഡൻസി വരുന്നുണ്ട് അല്ലൂട്ടൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും ഒന്നുകിൽ അല്ലൂട്ടൻ അല്ലേ തുമ്പി എനിക്ക് എന്തെങ്കിലും പണി തന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ഇനി ഞാൻ ഫിസിക്കലി അവിടെ ഇരിക്കുകയാണെങ്കിലും എൻ്റെ വായിക്ക് ഒരു റസ്റ്റ് രണ്ടെണ്ണം തരൂല. അല്ലോ തുമ്പിയെ, അല്ലോ തുമ്പിയെ, അല്ലോ തുമ്പിയെ വിളിച്ചുകൊണ്ട് നടക്കണേ. അപ്പം ഞാൻ പറയലുണ്ട്, നിങ്ങൾക്ക് രണ്ടാക്കും നല്ല ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ടെങ്കിൽ എനിക്ക് പുണ്യെങ്കിലും കിട്ടിയാനേ കേട്ടോ. അമ്മ അല്ലൂട്ടൻ്റെ ചെരുപ്പൊക്കെ കഴുകി വെക്കാണ് കേട്ടോ. അതല്ലെങ്കിലും പണ്ട് തൊട്ടേ അച്ഛൻ്റെതും ഇൻ്റെതും അപ്പൂൻ്റെതും ഒക്കെ ചെരുപ്പ് കഴുകുന്ന പരിപാടി അമ്മയ്ക്ക് തന്നെയായിരുന്നേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം. ഷുഗറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് റിസൾട്ടൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്.